നമസ്കാരം. നമ്മളങ്ങനെ ഭാവത്തിൻ്റെ പഠനം തുടങ്ങിയിട്ട് ഇത് മൂന്നാമത്തെ ഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഈ ഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതി. അത് വേറൊന്നും കൊണ്ടല്ല, പ്രസൻറ്റേഷൻ ചിന്തിക്കുന്നത് ആക്ച്വലി ഈ ഭാവത്തെ കൊണ്ടാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു റൈറ്റിംഗ് സ്കില്ലുണ്ടല്ലോ, നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. മൂന്നാം ഭാവത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മൂന്നാം ഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വെടക്കാവുന്നത് മൂന്നാം ഭാവം കൊണ്ടാണ്. കാരണം അയാളുടെ മനസ്സാരംഭിക്കുന്നത് 3-ലും 5-ലാണ് അത് അവസാനിക്കുന്നതും. അതുകൊണ്ട് തന്നെ മൂന്നാം ഭാവം കൊണ്ട് ധൈര്യവും, 4-ാം ഭാവം കൊണ്ട് സുഖവും, 5-ാം ഭാവം കൊണ്ട് മനസ്സിൻ്റെ ഉള്ളറകളും ക്രിയേറ്റിവിറ്റിയും ഒക്കെ പറയും. അതുകൊണ്ട് നമുക്ക് മൂന്നാം ഭാവത്തെ, ഈ ഭാവത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മൂന്നാം ഭാവത്തെക്കുറിച്ച് പൊതുവേ പറയുന്ന സഹോദര ഭാവം എന്നാണ്, യങ്ങർ സിബ്ലിങ്സ്. അതായത് ഇളയ സഹോദരങ്ങളെ ചിന്തിക്കുന്നത് മൂന്നാം ഭാവം കൊണ്ടാണ്. അതേപോലെ ധൈര്യം ചിന്തിക്കുന്നത്, കോൺഫിഡൻസ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിഷയം ചെയ്യാനുള്ളവരുടെ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു തോന്നൽ ചിന്തിക്കുന്നത് മൂന്നാം ഭാവം കൊണ്ടാണ്. ഓവർ കോൺഫിഡൻസും ചിന്തിക്കുന്നത് മൂന്നാം ഭാവം കൊണ്ടാണ്. നമ്മൾ ഏത് ഭാവത്തിൻ്റെയും പോസിറ്റീവ് പറയുമ്പം ആ ഭാവം കൊണ്ട് തന്നെയാണ് അതിൻ്റെ നെഗറ്റീവും ചിന്തിക്കുന്നതെന്നും കൂടി ഓർക്കണം. ഇപ്പോൾ ധനഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ധനഭാവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ധനം വരാൻ സാധ്യതയുള്ള ആ ഭാവത്തിലാണെങ്കിൽ ആ ഭാവത്തിനുണ്ടാകുന്ന കേട് നമുക്ക് ധനവരവ് കുറയ്ക്കുകയും ചെയ്യും. വിദ്യാഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വിദ്യാഭാവത്തിന് നമ്മൾ കണ്ടെത്തുന്ന കേടുകൾ, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഭാവം തരുന്ന സൂചനകൾ നെഗറ്റീവാണെങ്കിൽ അത് നെഗറ്റീവായിട്ട് തന്നെ അവരുടെ ലൈഫിൽ വരും. അതുകൊണ്ട് തന്നെ ഈ ഭാവത്തെ സഹോദരഭാവമെന്നും, വീര്യഭാവമെന്നും, വിക്രമഭാവമെന്നും, പരാക്രമ സ്ഥാനമെന്നും, അതുപോലെ തന്നെ ദാനസ്ഥാനം എന്നും ഒക്കെ പറയും. അപ്പോൾ വീര്യഭാവം, ഡിസയറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മൂന്നാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. മൂന്നാം ഭാവത്തിലെ പാപബന്ധങ്ങൾ പലതരത്തിലുള്ള അപക്വമായ ചിന്തയിലൂടെ ജീവിതം പോകാനുള്ള സാധ്യതകളുണ്ട്. ധൈര്യഭാവം, തെറ്റും ശരിയും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുന്ന ഭാവമാണ്. ധൈര്യഭാവം പൊതുവെ തീരുമാനമെടുക്കാനുള്ള കഴിവ്, ലീഡർഷിപ്പിനുള്ള കപ്പാസിറ്റി ഒക്കെ ഇവർക്ക് ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഈ മൂന്നാം ഭാവത്തിനുണ്ടാവുന്ന പാപബന്ധങ്ങൾ, മൂന്നാം ഭാവം 7, 5, 11 എന്നീ ഭാവവുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് പൊതുവെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിനും അല്ലെങ്കിൽ ഡിസയറിന് വേണ്ടിയിട്ട് കോൺഫിഡൻസ് കൂടുന്ന സ്വഭാവങ്ങളും ഒക്കെ വരും. പെട്ടെന്ന് സ്വിച്ച് ചെയ്യും. അത് ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നതിനനുസരിച്ച് ഓരോ രീതികളാണ്. അതുപോലെ തന്നെ ഒരാളുടെ ഇൻഡ്യൂട്ടീവ് കപ്പാസിറ്റി, ഊഹാപോഹം, അതുപോലെ തന്നെ അയാൾക്ക് ഉണ്ടാവുന്ന ദുഷ്പേരുകൾ, അപവാദങ്ങൾ ഒക്കെ മൂന്നാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. പൊതുവേ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഭാവം ആയതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി, നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ശരിക്കും ഈ മൂന്നാം ഭാവം കൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, കൊറിയർ സർവീസ്, ജിമെയിൽ, അല്ലെങ്കിൽ പല തരത്തിലുള്ള ഇന്നത്തെ ഇൻ്റർനെറ്റ് യുഗത്തിലെ പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, അതേപോലെ കൊറിയർ സർവീസുകൾ, പോസ്റ്റൽ, അതേപോലെ സോഷ്യൽ മീഡിയാസ് എല്ലാം, ലിങ്ക്ഡിൻ, FB, ട്വിറ്റർ അങ്ങനെ തുടങ്ങിയിട്ട് കിട്ടാവുന്നതെല്ലാം, വാട്സപ്പ്, സിഗ്നൽ, ടെലഗ്രാം അടക്കം എല്ലാ കാര്യങ്ങളും അതുവഴിയുള്ള കമ്മ്യൂണിക്കേഷനും എല്ലാം മൂന്നാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ യങ്ങർ സിബ്ലിങ്സ്, ഇളയ സഹോദരങ്ങളെ ചിന്തിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ്. അതുകൊണ്ട് അപ്പം മൂത്ത സഹോദരങ്ങളെ 11-ാം ഭാവം കൊണ്ടും ചിന്തിക്കും. അത് ഓർത്ത് വെച്ചോണം. പിന്നെ ധൈര്യം, വീര്യം, ദുർബുദ്ധി,
സഹോദര പരാക്രമം, ഇതൊക്കെ ചിന്തിക്കുന്ന മൂന്നാം ഭാവമുണ്ട്. ധൈര്യം, വീര്യം, ദുർബുദ്ധി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് എടുത്തു ചാടുന്ന കാര്യങ്ങൾ, നമ്മൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്നത്, മറ്റുള്ളവരെ ചൊറിയുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒട്ടും കൺസിഡർ ചെയ്യാത്തത്. മൂന്നാം ഭാവത്തിൽ പാപഗ്രഹങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്നത് കുറയും. മനസ്സിലാവുന്നുണ്ടോ? ഈഗോ ഭയങ്കരമായിട്ട് കൂടും. നമ്മൾക്ക് വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ആ മൂന്നാം ഭാവത്തിലോ ഭാവാധിപനും ഉണ്ടാകുന്ന ബലക്ഷയങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ ഈ മൂന്നാം ഭാവം എന്ന് പറയുന്നത് 8ൻ്റെ 8ആണ്, മരണസ്ഥാനമാണ്. നമ്മൾ രണ്ടാം ഭാവം പറഞ്ഞപ്പം ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അത് ഞാനിവിടെ പറയുകയാണ്. രണ്ടാം ഭാവം എന്ന് പറയുന്നത് മാരകസ്ഥാനവും കൂടിയാണ്, മരണത്തെ സൂചിപ്പിക്കുന്ന ഭാവം കൂടിയാണ് രണ്ടാം ഭാവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഭാവത്തിന് ബലം കൂടിയാൽ, മൂന്നാം ഭാവത്തിന് ബലം കൂടിയാൽ പാടാനുള്ള കഴിവ് കൂടും. പാട്ടുകാർക്ക് അല്ലെങ്കിൽ സംഗീതം, വോക്കൽ, അതായത് പാടി ഒക്കെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ മൂന്നാം ഭാവത്തിൻ്റെ ബലം വേണം. അതുപോലെ തന്നെ ഈ മൂന്നാം ഭാവത്തിനൊക്കെ ബലം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളുടെ വലയം ഭയങ്കരമായിരിക്കും. അവരുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനും അവരോടെ കറങ്ങി നടക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഒരടുപ്പം വരും. ഈ ഭാവം പിഴയ്ക്കുമ്പോഴാണ് ഫ്രണ്ട്സുമായിട്ടൊക്കെ വളരെ മോശമായിട്ടുള്ള അവസ്ഥകൾ വരുന്നത്. നമ്മൾ വേറെ റൂട്ടിലേക്കൊക്കെ ആ ബന്ധങ്ങൾ പോകുന്നതും അത് പിന്നെ ഭാവിയിൽ ഭയങ്കരമായിട്ടുള്ള വേദനകൾക്കൊക്കെ കാരണമാകുന്നതും, നമുക്ക് ഫ്രണ്ട് സർക്കിൾ കുറഞ്ഞു പോകുന്നതും, നമ്മൾ ഫ്രണ്ട്സിനെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കണ്ടുപിടിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ത്രൂ ജേണൽസ്, നമ്മൾ ജേണലുകളൊക്കെ പബ്ലിഷ് ചെയ്യുകയും വ്ളോഗുകളൊക്കെ എഴുതുകയും അതേപോലെ അതുവഴിയൊക്കെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമൊക്കെ ഈ ഭാവമാണ്. ശരീരത്തിൽ ഷോൾഡേഴ്സ്, അതേപോലെ തന്നെ കൈകൾ, ഇതെല്ലാം ചിന്തിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ്. പൊതുവേ ഈ ഭാവത്തിൻ്റെ കാരകൻ ചൊവ്വയാണ്. ചൊവ്വയുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ചൊവ്വയുടെ ഇൻഫ്ലുവൻസ് ഈ ഭാവത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ കാരകത്വത്തിൽ വരുന്ന ഒട്ടുമിക്ക വിഷയങ്ങളും ഈ ഭാവത്തിന് നമ്മൾ ചിന്തിക്കും കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. ചൊവ്വ ഓരോ ഭാവം പറയുമ്പോഴും അതിൻ്റെ കാരഗ്രഹത്തിന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഭാവത്തിൽ പറയും. അതുകൊണ്ടാണ് അവരെ ഇതിൻ്റെ സിഗ്നിഫിക്കേറ്ററായിട്ട് വെച്ചിട്ടുള്ളത്. അത് ഓർത്ത് വെച്ചോണം. അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം, സുഹൃത്തുക്കളുമായിട്ടുള്ള യാത്രകൾ, ചെറിയ യാത്രകൾ, അതുമായിട്ടുള്ള സെലിബ്രേഷൻസ്, അവരുമായിട്ടുള്ള സന്തോഷങ്ങൾ. ഈ ഭാവത്തിന് ബലം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ടാകും. അവർക്ക് ഒരുപാട് സഹായങ്ങളും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. ഈ ഭാവത്തിനും പാവബന്ധം വന്ന് ബലം കൂടിയാൽ സഹായം ചെയ്തു കൊടുക്കുന്നതിന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അതായത് എല്ലാത്തിനും നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. മൂന്നാം ഭാവത്തിന് പാപബന്ധം വരികയും ബലം കൂടുകയും ചെയ്താൽ, അതൊരു പ്രത്യേക രീതിയിൽ. നെഗറ്റീവായിട്ട് ബലം കൂടിയാൽ, പോസിറ്റീവായിട്ട് ബലം കൂടിയാൽ നന്നായിട്ട് മറ്റുള്ളവരെ സഹായിക്കും, മറ്റുള്ളവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. മറ്റുള്ളവർക്ക് ജോലിയൊക്കെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ സഹായം കൂടിയിരിക്കും. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കും, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും, അവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കും, അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കും, അവർക്ക് വേണ്ടി നന്നായി ശക്തിയോടുകൂടി മുന്നോട്ട് ഇറങ്ങും. ധൈര്യവും വീര്യവും അവരുടെ ബുദ്ധികളും ഒക്കെ, ദുർബുദ്ധി ഭാവം കൊണ്ടാണ് ചിന്തിക്കുക. എന്നാൽ പോലും വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാൻ കഴിവുള്ളവരാണ് ഇവിടെ ബലം കൂടുന്നവർ. ഇത് നെഗറ്റീവായിട്ട് ബലം കൂടിയത് നേരെ ഉൾട്ടയാവും, അതായത് നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, അപ്പോൾ അവരെ ഒന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഇവരുടെ സ്വഭാവം ഇവരെന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. മൂന്നാം ഭാവത്തിന് ബലം കുറഞ്ഞാൽ എന്താ പറ്റുകയെന്നറിയോ? മൂന്നാം ഭാവാധിപൻ നീചനായി പോവുക. മൂന്നാം ഭാവത്തിൽ ബലമില്ല, ഒട്ടുമില്ലെങ്കിൽ ധൈര്യമൊക്കെ കുറയും, പേടിയായിരിക്കും, മറ്റുള്ളവർക്ക് പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് പെട്ടെന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് മൂന്നാം ഭാവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവിൽ മൂന്നാം ഭാവത്തെക്കുറിച്ച് പറയേണ്ട ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഭാവവും
അതിൻ്റെ തൽപ്പതി, അതിൻ്റെ ഭാവാധിപൻ, കാരഗ്രഹം, സ്ഫുടം വീണ നക്ഷത്രം, സ്ഫുടം വീണ കാര്യങ്ങൾ, നവാംശങ്ങൾ, ദശ, ഇതെല്ലാം കൂടെ നോക്കിയിട്ട് വേണം ഈ ഭാവത്തിൻ്റെ ബലം നിശ്ചയിക്കാൻ. മറ്റു ഭാവങ്ങളിൽ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെയും ചിന്തിക്കുന്നത്. അപ്പോൾ ഇനി എന്തായി? നമ്മൾ ആദ്യം ലഗ്നം പഠിച്ചു, നമ്മുടെ ദേഹവും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നത് പഠിച്ചു. 2 ധനവും വിദ്യയും വാക്കും ഒക്കെ പഠിച്ചു. മൂന്നാമത്തേത് നമ്മൾ എന്താ പഠിച്ചത്? നമ്മുടെ പരാക്രമ സ്വഭാവങ്ങളും ദുർബുദ്ധികളും കോൺഫിഡൻസും ഓവർ കോൺഫിഡൻസും എല്ലാം നമ്മൾ പഠിച്ചു. ഇനി അടുത്ത 4-ാമത്തേതാരാ? നമ്മുടെ അമ്മയെക്കുറിച്ച് പഠിക്കണ്ടേ, നമ്മുടെ വാഹനങ്ങളെക്കുറിച്ച് പഠിക്കണ്ടേ, നമ്മുടെ വീടിനെക്കുറിച്ച് പഠിക്കണ്ടേ, നമ്മുടെ പരദേവതയെക്കുറിച്ച് മനസ്സിലാക്കണ്ടേ? അതല്ലേ പ്രധാനം. അത് 4-ാം ഭാവമാണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.